ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ ബ്ലോഗാണ്. എൻ്റെ അമ്മൂമ്മയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ചെറിയ കേക്കൊക്കെ മേടിച്ച് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കിനും നാണ്ടറ ഭയങ്കര മഴ. അങ്ങനെ നീലുവിന് റെയിൻകോട്ട് ഇടിച്ചു. റെയിൻകോട്ട് ഇടിച്ചപ്പോഴത്തേക്കിനും അവൾ ഒറ്റ ഓട്ടം മഴയത്ത് കളിക്കാനായിട്ട്. റെയിൻകോട്ട് ഇട്ടാലും മഴ നനയുമെന്ന് വിചാരിച്ചാണ് പാവം കുട പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് കപ്പലിന് മാത്രമേ ഓർക്കുന്നത്, വേറെ അമ്മ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ റെയിൻകോട്ട് ഇട്ട് ഹെൽമെറ്റ് വെച്ച് റെഡിയായി പോകാൻ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കേക്ക് കടയിലെത്തി. ഈ കേക്ക് കടയിലാണ് ഞങ്ങൾ എപ്പോഴും കേക്ക് മേടിക്കാറുള്ളത്. എല്ലാ ഫംഗ്ഷനും കേക്ക് ഈ കടയിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. പ്രായം ചെന്നായതുകൊണ്ട് ഷുഗർ ഫ്രീ കേക്കൊക്കെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ കേക്ക് മേടിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പാക്കൊക്കെ ചെയ്ത് മേടിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വിടുകയാണ്. പകുതി ആയപ്പോഴത്തേക്കിന് നീലും അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. ഈ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ വീഡിയോ കാണുന്ന പോലല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഗ്രീനറിയാണ്. അല്ലെങ്കിലും നമ്മുടെ കുട്ടനാട് കാണാൻ ഇച്ചിരി ഭംഗിക്കൂടുതലാണ്. ഇതിപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ഭംഗി കുറവായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷെ അല്ലാത്തപ്പോൾ നല്ല രസമാണ് കാണാൻ. നേരിട്ട് കാണാനാണ് ഒന്നുകൂടെ ഭംഗി. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തെത്തി. പക്ഷേ ഞങ്ങൾ വീട്ടിലോട്ട് പോയില്ല. അമ്പലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിറന്നാളായതുകൊണ്ട് അവിടെ ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാനും തിരിയൊക്കെ ഇടാനായിട്ട് നേരത്തെ വന്നേക്കുവാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും നീലിനൊരു മൂഷട്ട ഉണ്ടായിരുന്നു. ഉറക്കം തെളിയാത്തതിൻ്റെയാണ്. അതവിടെ ചിറ്റ കണ്ടപ്പോഴത്തേക്കിനും അങ്ങ് മാറി. ഇടയ്ക്ക് വെച്ചൊന്ന് മഴ തുറന്നെങ്കിലും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും വീണ്ടും മഴയായി. ഭയങ്കര മഴയായിരുന്നു. വെള്ളം എല്ലാം കെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് വിളക്ക് കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ മഴ കാരണം. അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കിനും അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം നീലുവിന് ഒന്നുകൂടെ സന്തോഷമായി. അവൾ ആ വെള്ളത്തിൽ മഴ നനയാതെ കോണിക്ക് നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ വൃത്തിയാക്കിയപ്പോഴത്തേക്കിനും നട തുറന്നു. അമ്മൂമ്മയുടെയും ഈ അച്ചാച്ചൻ്റെയും പിറന്നാൾ ഒരേ ദിവസം. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വിളക്കെല്ലാം കത്തിക്കുന്നത് എല്ലാ വർഷവും. അങ്ങനെ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ തുടങ്ങി. ചുറ്റുവിളക്ക് ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തത് കൊണ്ട് അതിനകത്തെല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വിളക്കെല്ലാം കെട്ടുപോകും.
അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ആരാധനയും കഴിഞ്ഞ് ഭജനയും ഉണ്ടായിരുന്നു. പിള്ളേരുടെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഞാൻ നീലുവിനെ പിടിച്ചിരുത്തിയായിരുന്നു. പക്ഷെ അവൾ വേറെ ആർക്കും കൊട്ടാൻ കൊടുക്കുന്നില്ലായിരുന്നു, അവൾ തന്നെ കൊട്ടുമായിരുന്നു. അങ്ങനെ ഭജനയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ റെഡിയാക്കി വെക്കുവാണ്. അമ്മുമ്മ പുറകെ വരുന്നതേ ഉള്ളൂ. പിറന്നാൾ അമ്മുമ്മയുടെ ആണെങ്കിലും കേക്ക് അമ്മുമ്മയ്ക്കാണ് മേടിച്ചെങ്കിലും സന്തോഷം മൊത്തം നീലുവിനാണ്. അങ്ങനെ നീലു അമ്മുമ്മയും വിളിച്ചുകൊണ്ട് വരും അകത്തോട്ട് കയറി കേക്ക് മുറിക്കാനായിട്ട്. അവൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേക്ക് മുറിക്കാനുള്ള ആകാംക്ഷയിൽ. കേക്ക് മുറിക്കുന്നതിന് മുന്നേ 2-3 വട്ടം തോണ്ടിക്കഴിഞ്ഞു നീലു. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് ഇതുവരെയും പിടി കിട്ടിയില്ല അമ്മൂമ്മയുടെ പിറന്നാൾ കേക്ക് എന്നത്. എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്ന സമയം കൊണ്ട് നീലു കവളത്തൊക്കെ തന്നെത്താനെ എടുത്ത് പുരട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നീലുവിന് കേക്ക് കിട്ടി. എല്ലാവരും നിന്ന് മാറി തന്നെ പോയിരുന്ന് കഴിക്കുകയാണ്. സൂപ്പറാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.